സിയാലിന് തിരിച്ചടി. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് സുപ്രീം കോടതി. സിയാൽ പബ്ലിക് അതോറിറ്റിയാണെന്നും സുപ്രീം കോടതി. ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബാലു, ഇത് സിയാൽ ഇതിന്റെ പരിധിയിൽ വരുമോ, വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നൊരു ക്വസ്റ്റ്യൻ തന്നെ, ഒരു ചോദ്യം തന്നെ എങ്ങനെയാണ് ഉയർന്നത്? ആര്യ, 2019 ഈ വിഷയം ആദ്യം ഉയരുന്നത്. കാരണം 2019 ജൂൺ 20 ഈ സിയാലിന്റെ ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് പൊതുപ്രവർത്തകനായ MR അജയൻ ഒരു പരാതി നൽകിയിരുന്നു, ഒരു ആവശ്യം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും ഈ ബോർഡ് മിനിറ്റ്സ് നൽകണമെന്നുമായിരുന്നു വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നത്. പക്ഷേ സിയാൽ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാനുണ്ടായിരുന്നത്. എന്നാൽ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഈ സിയാലിന്റെ ഹർജി തള്ളുകയും ചെയ്തിരുന്നു. കാരണം സിയാല് അതിനു മുമ്പ് ഉണ്ടായിരുന്ന അതിന്റെ ഈ കൊച്ചിയിലെ വിമാനത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട കമ്പനി, ഇതിനൊക്കെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഖജനാവിൽ നിന്ന് പണം ലഭിച്ചിട്ടുണ്ട്, പൊതുപണം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നായിരുന്നു ഹൈക്കോടതിയും വ്യക്തമാക്കിയിരുന്നത്, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും. എന്നാൽ അതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് സിയാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുണ്ടായിരുന്നു. സുപ്രീം കോടതി ഇന്ന് സിയാലിന്റെ ഹർജി തള്ളുകയും ഈ വിവരാവകാശ നിയമപ്രകാരം ഉള്ള എല്ലാ നടപടികളും, അതായത് ഈ വിവരാവകാശ ഓഫീസർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി സിയാലിനോട് നിർദ്ദേശിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഫലത്തിൽ ഇനി സിയാലിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാം. അത് അപേക്ഷയ്ക്ക് മറുപടി നൽകാൻ സിയാൽ ബാധ്യസ്ഥമായിരിക്കുമെന്നതാണ് ഇന്നത്തെ ഈ കോടതി ഉത്തരവിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.